ഈ മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് പറയാം മൊത്തവും. മോൻ അറിയാമല്ലോ. ഇവിടെ ഒരു മതില് ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല. 1,19,000 രൂപ ഞങ്ങൾ, അതായത് മറുനാടനായിരുന്നു, ഈ രേണു സുധിയുടെ വീടിന്റെ ചുറ്റുമതിൽ പണിയാൻ മുടക്കിയത്. അതിന് പേരിൽ വീമ്പിളക്കാനോ കയ്യടി നേടാനോ അവിടെ പോയി ട്രോഫി വാങ്ങാനോ വാർത്ത കൊടുക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ ഒന്നിനും നിന്നില്ല. പക്ഷെ തങ്കുവിന്റെ വക ആട്ടും സൂപ്പ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. നല്ല പണിയായിരുന്നു. എനിക്ക് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണിതിട്ടുണ്ട്. ബാക്കി അന്തസ്സായിട്ട് പണിതിട്ടുണ്ടെന്ന് തന്ത പറയുമ്പോൾ മോള് വന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തല വീഴത്തില്ലായിരിക്കും. ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണാസുനയുടെ വീട് ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 1-2 വീഡിയോ, കുറച്ച് റോസ്റ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ക്യാരക്ടർ തങ്കു ആയിരുന്നു. തങ്കു ആദ്യം ഫിറോസിനെയും അവരെ സഹായിച്ചവരെയും അടിച്ചാക്ഷേപിച്ച് ഒരു ഇന്റർവ്യൂ കൊടുത്തു. അതിനുശേഷം മറുനാടൻ മലയാളിക്കകത്ത് വന്നിട്ട് പറഞ്ഞു തങ്കു ഇനി ഒന്നും മിണ്ടൂല്ല. അത് കഴിഞ്ഞ് രേണു സുധി തന്റെ ചാനലിൽ ഈ വീടിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഒരു വീഡിയോ ഇട്ടു. അതിനകത്തും തങ്കുവാണ് മെയിൻ. തങ്കു അതിനകത്ത് പട്ടിത്താറ്റ് താറ്റി, സഹായിച്ച എല്ലാത്തിനെയും പട്ടിത്താറ്റി, മറുനാടനെ വരെ പറയാതെ ഊക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ രണാസുനയ്ക്കെതിരെ ആദ്യമായിട്ടാണ് കിച്ചു കുറച്ച് കാര്യങ്ങൾ, എനിക്കൊന്ന് പയ്യന്റെ വായിന്ന് അറിയാതെ വന്ന് വിട്ടുപോയ കുറച്ച് കാര്യങ്ങളാണ്. അന്നേരം ഇവരുടെ സുഹൃത്തുണ്ടല്ലോ താജ് എന്ന് പറയട്ടെ, ആ പുള്ളി ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് കിച്ചുവിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. കിച്ചു കുറച്ച് അറിയാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. മോന് വേണ്ടി പറഞ്ഞു മോൻ അവിടെ നിൽക്കണം. മോനിപ്പോ പഠിത്തം കഴിഞ്ഞോ? പഠിത്തം കഴിഞ്ഞ് മോനെ അവിടെ വന്ന് നിൽക്കണം. മോന്റെ അനിയനും വേണ്ടി പറഞ്ഞു തന്ന വീടാ. ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെയാണ്. കാരണം മോൻ അച്ഛനും ഇല്ല അമ്മയില്ല. അതുകൊണ്ട് എനിക്ക് മോനോട് ഞാൻ മോനെ ഗുണദോഷിച്ചിട്ടില്ലേ? ഉണ്ട്. ഈ മോനെ പറ്റി എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് പറയാം മൊത്തവും. മോൻ അറിയാമല്ലോ. അതെനിക്കറിയാം. കിച്ചു വാ തുറക്കാത്തതാണ്. വാ തുറന്നു കഴിഞ്ഞാൽ രണാസുന തീർന്ന്. മോനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റി എന്നോട് പറഞ്ഞു എനിക്കറിയാം. നീ കാർ എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ പറ്റിയെന്ന് എനിക്കറിയാം. നിനക്കൊരു 500 രൂപ അവർ വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞു എനിക്കറിയാം. എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. രണാസുന എക്സ്പോസ്ഡ് ആവാൻ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പലരും വാ തുറന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പുറത്തു വരും. ഈ താജ് തന്നെ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് പറയുന്നുണ്ട് കുറച്ച് ചാറ്റിന്റെ കാര്യങ്ങളും അത് ഇതൊക്കെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാറുവെന്ന്. ഇനിയും ചൊറിയാനാണ് ഉദ്ദേശമെങ്കിൽ കുറെ കാര്യങ്ങൾ വന്ന് പറയുമെന്നും അങ്ങേര് പറയുന്നുണ്ട്. ഞാൻ എന്റെ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഇവർ എക്സ്പോസ്ഡ് ആവാൻ കിടക്കുന്നേ ഉള്ളൂ. അതിന്റെ തുടക്കമാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല എക്സ്പോസ്ഡ് ആവാൻ കിടക്കുന്നത്, ഇതിന്റെ അപ്പുറം കിടക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് കിച്ചു ആ തുറന്നു കഴിഞ്ഞാൽ തീർന്ന്. പിന്നെ രണാസുന ഇല്ല, തീരും, അവിടെ തീരും. ആ പയ്യൻ എന്തുകൊണ്ടാണ് വീട്ടിലോട്ട് പോലും വരുന്നില്ല എന്നുള്ളതിന്റെ ഏകദേശം ഒരു കാരണമൊക്കെ ആളുകൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടാവുന്നേ ഉള്ളൂ. അയാൾ പറഞ്ഞ ശരിയല്ലേ, അനാഥനായ ഇവനാണ്, അവന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല. ഈ രേണുവിന്റെ ഫാമിലിയായിട്ട് അത്ര ടൈംസിലല്ല. മാത്രമല്ല അന്ന് ആ വ്ലോഗിനകത്ത് ആ അച്ഛന്റെ അവാർഡ് കിടക്കുന്നത് കണ്ടിട്ട് അവൻ ആ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ട സാധനമാണ്. ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവന് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഇത് എങ്ങനെ ഇത് പോകുന്നതെന്ന്. നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ഇവൻ പറഞ്ഞിട്ടുമുണ്ട്, അവൻ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് അന്നത്തെ ആ അവാർഡിന്റെ വീഡിയോ എടുത്ത് ബ്ലോഗിനകത്ത് ഇട്ടതെന്ന്. അതുകൂടാതെ ഈ താജ് തന്നെ കുറച്ച് കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. താജിനെ വിളിച്ചിട്ട് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഈ രണാസുന ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുള്ളി എടുത്തെടുത്ത് 1-2 ഇന്റർവ്യൂസിനകത്ത് വന്ന് പറയുന്നത് ആ ഇൻഷുറൻസിന്റെ തുക സുധിയുടെ അമ്മയ്ക്കും സുധിയുടെ 2 മക്കൾക്കും സുധിയുടെ ലീഗലായിട്ടുള്ള വൈഫിനും അവകാശപ്പെട്ടതാണ് എന്ന്. അപ്പോൾ അതിനകത്തും എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ട്. പുള്ളി അത് തുറന്ന് വിട്ട് പറയുന്നില്ല. അതാ പറഞ്ഞേ, എക്സ്പോസ്ഡ് ആവാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇതുകൂടാതെ രണാസുന വേറൊരു ഇന്റർവ്യൂവിന് വന്നിരുന്നിട്ട് പറയുന്നുണ്ട് 1 ലക്ഷം രൂപ നിങ്ങൾ താ, ഞാൻ ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരിക്കാന്ന്. അതൊന്ന് കേൾക്കണേ. ഞാൻ വീട്ടിൽ ഇരിക്കാം, വീട്ടിൽ കസാര കാലം വെച്ചിരുന്നോളാം. ഇവര് കൊണ്ട് തരട്ടേന്ന്, ഇവര് മാസം കൊണ്ട് തരട്ടെ 1 ലക്ഷം രൂപ. ഈ പറയുന്ന ഓരോരുത്തരും എന്റെ അക്കൗണ്ടിലോട്ട് 1 ലക്ഷം രൂപ വെച്ച് തന്നാ. അപ്പൊ രേണു തങ്കുവിനെ പറയുന്ന എല്ലാവരും 1 ലക്ഷം രൂപ വെച്ച് കൊണ്ട് കൊടുക്കണം. ഇപ്പൊ കൊടുത്തവര് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പൊ ആട്ടം സൂപ്പ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊടുത്തവർക്ക്. ഇനി ബാക്കി കൂടെ കൊണ്ട് കൊടുത്തിട്ട് മതി അവർക്കൂടെ ആട്ടം സൂപ്പ് കിട്ടാൻ തങ്കുവിന്റെ വക. അല്ല, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രേണു സുധിക്ക് ജീവിക്കാൻ 1 ലക്ഷം രൂപ വേണം ഒരു മാസം. ചോദിക്കാൻ ഒരു റീസൺ ഉണ്ട്. ഈ 2 പിള്ളേരെ പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സ് ആണ്, അതിനകത്ത് പൈസ ചെലവില്ല. രേണു തന്നെ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾ റേഷനരി ഉപയോഗിച്ചാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഫുഡിന് ചെലവാക്കുന്ന ഒരു മേജർ എമൗണ്ടും ആ രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ വീട്
ഗിഫ്റ്റഡ് ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ആ രേണുസുതിക്ക് മന്ത്ലി ജീവിക്കാൻ 1 ലക്ഷം രൂപ വേണം ഗൈസ്. എന്താ അല്ലേ? സെലിബ്രിറ്റി, പെരിയ സെലിബ്രിറ്റി. രേണുസുതിക്ക് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രേണുസുതിക്ക് കഞ്ഞി കുടിച്ച് പോകാൻ പറ്റത്തുള്ളൂ. സുധിയുടെ സുഹൃത്ത് താജ്, പുള്ളിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിൽ പുള്ളി കുറച്ച് സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. ഇവർക്ക് ഒരുപാട് പേര് സഹായമായിട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ട് പുള്ളിക്ക് ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഇയാളുടെ നമ്പറിലോട്ട് ആൾക്കാർ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ കൂടെ ഞാൻ കാണിക്കാം. പൈസ ഇട്ട് കൊടുത്തത് സുധിയുടെ അക്കൗണ്ടിൽ തന്നെ, സുധി മരിച്ചു കഴിഞ്ഞും സുധിയുടെ അക്കൗണ്ടിലേക്ക് പൈസ പോയതിന്റെ തെളിവ് നോക്കിയാണ്ടോ? കണ്ടോ? നോക്കി, മരിച്ചു കഴിഞ്ഞു അക്കൗണ്ട് മേപ്പോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. ജൂൺ 2023 ഓരോരുത്തർ അയച്ചു തന്നോണ്ടിരിക്കുക മിക്ക ക്യാഷ് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. ഇതേപോലെ പല തെളിവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡ്, അതേപോലെ ഫോട്ടോസ്, ചാറ്റ് ലിസ്റ്റ്, പല കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ പക്കൽ ഇപ്പം. കാരണം അപ്പൊ ഇങ്ങനെയും കുറെ പൈസ സുധി മരിച്ചതിന് ശേഷം ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് വന്നിരുന്നിട്ടൊക്കെ ദാരിദ്ര്യം പറഞ്ഞില്ല. അത് കേൾക്കുമ്പോഴാണ് പിന്നെ ഇവർക്ക് കൊടുത്തവർക്കെല്ലാം കിട്ടി ബോധിച്ചു. ഇനി ആരും അയച്ചു കൊടുക്കത്തുമില്ല. വീട് പണിത് കൊടുത്ത ഫിറോസിന് കിട്ടി. അയാളുടെ വീട് കൊള്ളത്തില്ല എന്നുള്ള തരത്തിൽ തങ്കു വന്ന് ആട്ടും സൂപ്പ് കൊടുത്തു. അങ്ങേരുടെ ബിസിനസ് ഇടിയാൻ ആ ഒറ്റ റീസൺ മതി. വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത ബിഷപ്പിന്റെ സമാധാനം പോയി. എല്ലാ കാര്യത്തിനും കൂടെ നിന്ന താജ് ഇങ്ങേരെ ഇത്രയും നാള് സാറേ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ഇപ്പം വേറെ കൂട്ടിച്ചേർത്താണ് വിളിക്കുന്നത്. അതാ പറഞ്ഞത്, സഹായിച്ച എല്ലാ ജനങ്ങൾക്കും നല്ല രീതിയിൽ ആട്ടും സൂപ്പ് കിട്ടി. അത്രയും നന്ദിയുള്ള ആളുകളാണ് ഗൈസ്. അത്രയും അർഹതപ്പെട്ട ആളുകളാണ് രണാസുന ആന്റിറ്റി. വേദന ഉണ്ടോന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. തീർച്ചയായിട്ടും വേദന കാണും. അപ്പം എന്താ അതിനെ കുറിച്ച് പറയാനുള്ള? ഞാൻ ഇനി അദ്ദേഹത്തെ എന്നെ വിളിച്ചാലോ ഞാൻ എടുക്കത്തുമില്ല, അദ്ദേഹത്തെ ഞാൻ വിളിക്കത്തുമില്ല. യാതൊരു കോണ്ടാക്ട് എനിക്ക് ഇല്ല. ആ കുടുംബത്തിനോട് എനിക്കൊരു കടപ്പാടുമില്ല, ഒന്നുമില്ല. ഞാൻ അവരുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടത്തുമില്ല. അതിനുശേഷം സഹായിക്കേണ്ടിയിരുന്നില്ല. സഹായിച്ചവരൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്, സഹായിക്കേണ്ടിയിരുന്നില്ല, സമാധാനമായി, സംതൃപ്തിയായി. അപ്പൊ ഇനി 1 ലക്ഷം രൂപയും കൂടെ ഇനി ആൾക്കാർ പിരിച്ചുകൊണ്ട് കൊടുക്കാം രണാസുനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇവരിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രവേഴ്സി ഉണ്ടാക്കുക, അത് വെച്ചിട്ട് ഇന്റർവ്യൂ കൊടുക്കുക, അതിൽ നിന്ന് ഏൺ ചെയ്യുക. ഇത് ഇവരെന്നെ വിളിച്ച് എത്ര പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളെ ചാനലുകാരെ വിളിച്ചിട്ട് മൊത്തം കാണിക്കും, ഞങ്ങൾ ചാനലുകാരെ മൊത്തം വിളിച്ച് കാണിക്കും. അവർക്ക് പൈസ കിട്ടണ്ടേ സാറേ? ചാനലുകാർ ഇന്റർവ്യൂ എല്ലാം വരുവാണെങ്കിൽ 10-15,000 രൂപ അവർക്ക് കിട്ടണ്ടേ? ഇതൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള പപ്പ എന്ന് പറഞ്ഞിട്ടുള്ള തങ്കു താജിന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. ചാനലുകാരെ വിളിച്ചത് കാണിക്കും. വിളിച്ച് കാണിക്കുന്നത് എന്തിനാണ്? അതൊരു കോണ്ടന്റ് ആയി, അല്ലെങ്കിൽ അതൊരു കോൺട്രവേഴ്സി ആക്കുമ്പോഴത്തേക്ക് ഇവർക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ കോൺട്രവേഴ്സിയും ഉണ്ടാവുമ്പോൾ രേണുസുതി അത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് കൃത്യമായ ലാഭം അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ലൈം ലൈറ്റ് നിൽക്കുന്നുണ്ട്. കാണിച്ചു കൂട്ടുന്ന കാട്ടായങ്ങൾ കാരണം ഇത്രയും ലൈം ലൈറ്റ് നിൽക്കുന്നതിന്റെ പേരിൽ ഒരു ബിഗ് ബോസിൽ കയറി ഒരു 10, 60, 80 ദിവസം നിന്ന് കഴിഞ്ഞാലും അവർക്കാണ് ലാഭം അതിൽ നിന്ന്. ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി രേണുസുതിക്ക് ഹരം പിടിച്ചുപോയി. ഇവർ തന്നെ വന്നിരുന്ന് പറയുന്നുണ്ട്, നെഗറ്റീവ് കമന്റ്സ് ഇപ്പൊ എന്നെ ഏൽക്കാറില്ല, അല്ലെങ്കിൽ നെഗറ്റിവിറ്റി എന്നെ ഏൽക്കാറില്ല. കാര്യം എന്താ? ഈ നെഗറ്റീവ് വരുന്നതനുസരിച്ച് ഇന്റർവ്യൂ കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ പൈസ ആണോ നെഗറ്റിവിറ്റി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി എടുത്ത് പോയി പണി വെക്കാൻ പറയും. എനിക്ക് പൈസ മതി. രേണുസുതി പറയുന്നുണ്ട്, ആരുടെയും വീഡിയോ ഞങ്ങൾ കാണുന്നില്ല. കാണാത്ത രേണുസുതിയാണ് അതുലിന്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുത്തത്. അപ്പൊ കാണാത്ത ആളെങ്ങനെയാണ് അതുലിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടായി കഴിഞ്ഞാൽ അത് വെച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നത്. ആ ഇന്റർവ്യൂവിനകത്തും ഈ യൂട്യൂബേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. അത് കാണാത്ത രേണുസുതിയാണ്. അപ്പൊ കൃത്യമായി അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രവേഴ്സി സൃഷ്ടിച്ച് ലൈം ലൈറ്റിൽ നിന്നിട്ട് കാശ് ഉണ്ടാക്കുക. അതിന് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ രേണുവിനോട് അഭിനയിക്കുന്ന ഒരു പയ്യനാണ് മറ്റേ പ്രതീഷ് എന്ന് പറയുന്നത്. ഈ പ്രതീഷ് തന്നെ റീച്ചിന് വേണ്ടിയിട്ടാണ് രേണുവിനോട് നടക്കുന്നത്. അവൻ തന്നെ പറയുന്ന ഒരു വോയിസ് എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇവര് ഷൂട്ട് അല്ലാത്ത സമയത്ത് തന്നെ ഇവരുടെ എല്ലാ ടീംസ് ക്യാമറ ആയിട്ട് ഇങ്ങനെ പുറകെ നടക്കുമ്പോഴത്തേക്ക് പ്രതീഷിന്റെ കയ്യിലൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് രേണു തന്നെ ഇടും, അടുത്ത വിവാദം, പ്രതീഷിന്റെ കൈ പിടിച്ച് രേണു നടക്കും പറഞ്ഞിട്ട് രേണു തന്നെ ഒരു സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഓരോ കോപ്രായങ്ങൾ അങ്ങോട്ട് കാണിക്കും. കമന്റ് ബോക്സിൽ തെറിവിളി കിട്ടും. അപ്പൊ വന്ന് പറയും, അയ്യോ പ്രതീഷ് എന്റെ ബ്രദറിനെ പോലാണ്, ഞങ്ങൾ തമ്മിൽ വേറെ അങ്ങനൊന്നും ഇല്ല, ഇങ്ങനൊന്നും ഇല്ല. എന്നിട്ട് ഈ സാധനം അങ്ങോട്ട് വിവാദമാവും. അപ്പോഴത്തേക്ക് ഏതെങ്കിലും ചാനലുകാർ വന്ന് ഇവർക്ക് ഇന്റർവ്യൂ എടുക്കും. ഇന്റർവ്യൂ വന്നിട്ട് പറയുന്നത് എന്താണ്? രേണുവിനോട് ക്രഷ് ആയിരുന്നു പ്രതീക്ഷ എന്ന്. കാണിച്ചു തരാം. രേണു ചേച്ചിയോട് എപ്പോഴെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ഇതിപ്പോ ഞാൻ ഇതുപോലൊരു അനുഭവം ഈ ജീവിതത്തിൽ വരായില്ല. അത് നമ്മുടെ വിറലൂടെ പറഞ്ഞു. കുടുംബം കുഞ്ഞുങ്ങളാണ്. ചേച്ചിയോട് എസ് തോന്നി. ചേച്ചിയോട് യെസ് തോന്നിയിട്ടുണ്ട്. ഇത്രയും നാള് ബ്രദറായിട്ട് നടന്നു. ഈ ബ്രദറിനും സിസ്റ്ററിനും എങ്ങാണ് ഈ ക്രഷ് തോന്നുന്നത് എനിക്കോട്ട് മനസ്സിലാവുന്നില്ല. അപ്പം ഇതും വിവാദമാവും. അന്നേരം ഇതും ഇന്റർവ്യൂ കൊടുക്കും, ഇതും വിറ്റ് കാശാക്കും.
അപ്പൊ ഇങ്ങനെയാണ് ഇവർ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. രേണുവിന് കൃത്യമായിട്ട് 1 by 1 ആയിട്ട് ഓരോന്ന് കഴിയുമ്പോൾ അടുത്തടുത്ത കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ അറിയാം. അതുപോലെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു കോൺട്രവേഴ്സിയാണ് ഈ ഒരു വീടിന്റെ ഇഷ്യൂ. ഈ വീടിന്റെ ഇഷ്യൂവിന് തൊട്ട് മുമ്പ് എന്തുമായിരുന്നു? ഈ പ്രതീക്ഷയായിട്ട് കടന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളായിരുന്നു. അതിനു മുമ്പ് വേറെ ആയിരുന്നു. ഇതിന്റെ തുടക്കം എന്തായിരുന്നു? സ്പ്രേ കുപ്പിയായിരുന്നു. അങ്ങനെ ഓരോന്നും എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ സബ്ജക്ട് കഴിയുമ്പോഴത്തേക്ക് അടുത്തടുത്ത് ഓരോരോ സബ്ജക്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി ഈ ഒരു പാറ്റേണിൽ കൊണ്ടുപോകാൻ രേണുവിന് പറ്റുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഇതുകൊണ്ടൊക്കെ ആർക്കാ ഗുണം കിട്ടുന്നത്? രേണുവിനാണ്. ഇനി ഈ വീടിന്റെ ഇഷ്യൂലോട്ട് വരാം. കഴിഞ്ഞ ദിവസം രേണു പുള്ളിക്കാരത്തിയുടെ ചാനലിൽ ഈ വീടിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിന്റെ അവസ്ഥകളെ പറ്റി. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഈ വീടിനകത്ത് എന്തൊക്കെയോ പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. ഇവർ ആ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത ആ വീഡിയോ ഞാനന്ന് വെക്കാം. മക്കളെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണം. ഇതുപോലെ ഞാൻ മോശമായിട്ട് കമന്റ്സ് ഇടുന്നവരോട് ഒരു അപേക്ഷയാണ്. എന്റെ പൊന്നു ചേച്ചി, ആരാണ് മക്കളെ പറഞ്ഞത്? മോശമായിട്ട് നിങ്ങൾ ഓരോന്നങ്ങ് പടച്ചു വിടുകയാണ്. ഇവിടെ ആരും നിങ്ങളെ മക്കളെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കും ജീവിക്കണം. ഇങ്ങനെ ഇത് മുഴുവൻ വിട്ടിരിക്കുക, ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. തങ്കു പണി തുടങ്ങിയിട്ടുണ്ട്. തങ്കു കണ്ട ഭിത്തി ചിരണ്ടി ഇളക്കുവാണ്. എന്റെ പൊന്ന് തങ്കു കണ്ട് ഇങ്ങനെയൊക്കെ വലിച്ചിളക്കി കഴിഞ്ഞാൽ ഏത് ഭിത്തിയാലും ഇളകും. ഇതാണ് തേപ്പ്, കണ്ടോ? ഈ ഓടിട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. ഇവിടെ ഒരു മതിൽ, ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല. ഇത് ഈ 2 മീറ്റർ മേലുള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ട് പിടിച്ചാൽ നിൽക്കുമോ? ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? മതില് സ്പോൺസർ ചെയ്ത് ആരാണെന്ന് തങ്കുവിന് അറിയത്തില്ലെന്നാണ്. അറിയത്തില്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. മതില് സ്പോൺസർ ചെയ്തേക്കുന്നത് മറുനാടൻ മലയാളിയാണ്. അപ്പൊ മറുനാടൻ മലയാളിക്കും വെൽക്കം ടു ദ ആർട്ട് ആൻഡ് സൂപ്പ് ക്ലബ്ബ്. മറുനാടൻ്റെ വീഡിയോ കാണാം. ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് ഈ വീടിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോയപ്പോൾ ഫിറോസാണ് പറഞ്ഞത്, ഒരു മോഹം ബാക്കിയാണ്, ചുറ്റുമതിൽ കൂടി പണിത് കൊടുക്കണമെന്ന്. 1,19,000 രൂപ ഞങ്ങൾ, അതായത് മറുനാടനായിരുന്നു, ഈ രേണു സുധിയുടെ വീടിന്റെ ചുറ്റുമതിൽ പണിയാൻ മുടക്കിയത്. അതിന് പേരിൽ വീമ്പിളക്കാനോ കയ്യേട് നേടാനോ അവിടെ പോയി ട്രോഫി വാങ്ങാനോ വാർത്ത കൊടുക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ ഒന്നിനും നിന്നില്ല. പക്ഷെ തങ്കുവിന്റെ വക ആട്ടും സൂപ്പ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ആരാണ് മതില് പണിയാൻ പൈസ കൊടുത്തതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ മതില് പൊളിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പൊ മറുനാടനും കിട്ടി. ജോക്സ് എ പാർട്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു വന്നത് ഈ വീടിന്റെ പണിയിൽ കുറച്ച് പോരായ്മകൾ വന്നിട്ടുണ്ട്. എന്താ, ഞാൻ ഇതിന്റെ വീഡിയോസ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നതാണ്, സിവിൽ എഞ്ചിനീയർ ആണ്. അവൻ്റെ അടുത്ത് ഞാനിത് അയച്ചു കൊടുത്തിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇതിനകത്ത് നിനക്ക് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അന്നേരം അവൻ 1-2 വോയിസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ വോയിസ് ഞാനൊന്ന് വെക്കാം. ആനന്ദു അയച്ചു തന്ന വീഡിയോസ് എല്ലാം കണ്ടിരുന്നു. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത് ഫ്രണ്ടിലത്തെ തേപ്പിളകിപ്പോയി എന്നുള്ളതാണ്. തേപ്പിന്റെ ഇഷ്യൂ ആയിട്ടല്ല എനിക്ക് തോന്നിയത്, അത് റൈസിംഗ് ഡാമിനസ് എന്ന് പറഞ്ഞിട്ടൊരു പ്രതിഭാസമാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് വെള്ളം ഭിത്തി വഴി മുകളിലോട്ട് കയറുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെയാണ് അവിടുത്തെ പുട്ടിയെല്ലാം ഇളകിപ്പോയിരിക്കുന്നതും. നിങ്ങൾ ആ ഒരു വീഡിയോ, രേണുവിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിന്റെ ആ ഫൗണ്ടേഷനിൽ നിന്ന് വെള്ളം പിടിച്ചിട്ടുണ്ട്, മേപ്പോട്ട് വെള്ളം പിടിച്ചിട്ടുണ്ട്. വെള്ളം പിടിക്കുമ്പോഴത്തേക്ക് ആ സാധനം ഇങ്ങനെ ഇളകി പോകും. പിടികിട്ടിയ അതുപോലെ അവിടുത്തെ സിമെന്റ് ആയിട്ടുള്ള ജോയിന്റ് ഒക്കെ ഇളകും. ഈ വെള്ളം മുകളിലോട്ട് പിടിക്കുന്ന സമയത്ത് നമ്മുടെ സിമെന്റുമായിട്ടുള്ള ജോയിന്റ് വിട്ടുപോയാണ് ആ ക്രാക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും വെതറിന്റെ ഇഷ്യൂ കാരണം പല വീടുകളിലും ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അത് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ടാണ് പലയിടത്തും നമ്മൾ മേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഭൂമിയുടെയും വെതറിന്റെയും ഒരു ഇഷ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ ഈ പറയുന്ന പോലെ വാട്ടർ പ്രൂഫിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടായിരിക്കണം ആ താഴെ നിന്ന് വെള്ളം മേപ്പോട്ട് കയറുന്നത്. അതുപോലെ തന്നെ ഷെയ്ഡിന്റെ ഒരു ഇഷ്യൂ അവർ പറയുന്നുണ്ട്. അതിന്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ റൂഫ് ടോപ്പിൽ പ്ലാസ്റ്റർ ചെയ്തപ്പോൾ അതിന്റെ സ്ലോപ്പിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പം അവിടെ വെള്ളം കെട്ടി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് കാരണമാണ് കൂടുതലും ഇങ്ങനെയുള്ള വിട്ടുപോകലും കാര്യങ്ങളും എല്ലാം വരുന്നത്. വെള്ളം പിടുത്തം കാരണമാണ്. ആ സ്ലോപ്പ് ഒന്ന് കട്ട് ചെയ്ത് അത് മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ മതിൽ കെട്ടിയതിനകത്ത് നമുക്കൊരു ശ്രദ്ധക്കുറവ് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ബോണ്ടിങ് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. കട്ടകൾ തമ്മിലുള്ള ബോണ്ടിങ് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് കട്ടകൾ തമ്മിൽ വേറി വീണ് ആ ഒരു ഗ്യാപ്പ് അവിടെ ഫോം ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു പൈപ്പ്, ഡ്രെയിനേജ് പൈപ്പ് കാണുന്നുണ്ടല്ലോ, ആ ഡ്രെയിനേജ് പൈപ്പും ഒരു ശകലം കൂടെ താത്ത് ബേസ്മെന്റിനോട് വെച്ചായിരുന്നെങ്കിൽ വെള്ളം മൊത്തം വെളിക്കോട്ട് ഒഴുകി പോയാൽ. അത് രണ്ടും ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പൊ കുറച്ച് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് സംഭവം ശരിയാണ്. അത് വീഡിയോ കാണുമ്പോൾ നമുക്കും തോന്നുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആറ്റിറ്റ്യൂഡാണ്. ഇങ്ങനത്തെ മിസ്റ്റേക്സ് വന്ന സമയത്ത് നിങ്ങൾക്കത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന നെറ്റ്വർക്കിന് പുറത്തു വെച്ച് അത് പരിഹരിക്കാമായിരുന്നു. അതിന് പകരം രേണു എന്താണ് ചെയ്തത്? എന്തോ ഒരു സ്ക്രിപ്റ്റ് പോലെ ഏതോ ഒരു ചാനലുകാരനെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. വീടിന് പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ, എന്താണ് പ്രശ്നം? ചോരുന്നുണ്ടെന്ന് കേട്ടല്ലോ. കൃത്യമായി പറഞ്ഞു, ചോരുന്നുണ്ടെന്ന് കേട്ടല്ലോ. അതിന് മുമ്പ് വീടിന്റെ ചോർച്ചയെ പറ്റി ഒരു തരത്തിലുള്ള വീഡിയോസ് ഒന്നും വന്നിട്ടില്ല. ഏതോ ഒരുത്തം വന്ന് ഡയറക്റ്റ് ചോദിക്കുകയാണ് വീടിന് ചോർച്ച ഉണ്ടല്ലോ. അപ്പോഴാണ് രേണു പറയുന്നത്, ഇങ്ങനെ ചോരുന്നുണ്ട്, പക്ഷെ വീട് സൂപ്പർ വീടാണ്, പക്ഷെ അവിടെ ഇങ്ങനെ ചോരുന്നുണ്ട്, പക്ഷെ വീട് അടിപൊളിയാണ്. ഈ രീതിയിൽ പറഞ്ഞു വിടുക. അപ്പോഴത്തേക്ക് അവിടെ ഒരു കോൺട്രവേഴ്സി വരുവാണ്. ഇങ്ങനെ പറയുന്ന കാരണം ആ വീട് വെച്ചവനെ അടിച്ചാക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? അയാൾ 10-25 ലക്ഷം രൂപ കൊടുത്ത് ആ വീട് വെച്ചു. അദ്ദേഹം തന്നെ വന്ന് പറയുന്നുണ്ട് അവസാനം പണം തികഞ്ഞിട്ടില്ല എന്ന്. പണം തികയാതെ വരുമ്പോഴത്തേക്ക് ഈ പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം എന്തെങ്കിലും ക്വാളിറ്റിയിൽ കുറച്ച് വിട്ടുവീഴ്ചകൾ വരുത്തിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇതുപോലുള്ള മിസ്റ്റേക്സ് ആ ഒരു വീട്ടിൽ സംഭവിച്ചത് അല്ലേ? അതിന് ഇങ്ങനെ വന്ന് പറയുകയാണോ വേണ്ടത്?
ഒരു സഹായം ചെയ്തവനെ ഇതുപോലെ അങ്ങനെ അവന്റെ ബിസിനസ് തകർക്കുന്ന രീതിയിൽ വന്ന് പറയുകയാണോ ചെയ്യുന്നത്? പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ഉള്ള റീച്ച് പോലെ വേറെ ആർക്കും ഇല്ല റീച്ച്. പുള്ളിക്കാരത്തി അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം പേരെങ്കിലും മിനിമം കാണും. അങ്ങനെ അത് നല്ല രീതിയിൽ ബാധിക്കില്ലേ? അത്രയും കഷ്ടപ്പെട്ട് ചെയ്തു കൊടുത്ത ആ ഒരു വീടിനെ ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അത് ബാധിക്കും. അത് മെന്റലി ബാധിക്കും, അവരുടെ ബിസിനസിനെ അത് ബാധിക്കും. അത് ഓരോ പണിക്കാരും വന്നിട്ട് പൈസ പോലും മേടിക്കാതെ വന്നിട്ട് അതിനകത്ത് പണിതിട്ടുണ്ട്. അതെല്ലാം ഇവരുടെ ആ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴിയാണ് അവർ വന്ന് ചെയ്തേക്കുന്നത്. ആ ചെയ്ത ആൾക്കാർക്ക് ഒരു രീതിയിലും ഒരു വിലയും കൊടുക്കാത്ത രീതിയിലായി പോകത്തില്ലേ? നമ്മൾ അതിനെയാണ് കുറ്റം പറഞ്ഞത്. ഇവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെന്ന് പറയാനുള്ള മെയിൻ റീസൺ ഇതിനകത്ത് ഈ വീഡിയോയ്ക്കകത്ത് രേണുവിന്റെ ഒരു ഫാദർ ഒരു കാര്യം പറയുന്നുണ്ട്, ഫൗണ്ടേഷനും അതും ഇതൊക്കെ നല്ലതാണെന്ന്. അന്നേരം രേണു അടുത്ത് നിന്നൊരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാവും ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന്. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഇതിന്റെ അടിത്തറ കെട്ടിയതും ഭിത്തിയും കോൺക്രീറ്റും നല്ല പണിയായിരുന്നു, നല്ല പണിയായിരുന്നു. എനിക്ക് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണി. കേട്ടോ, പുള്ളി പറയുന്നത് അതിന്റെ അടിത്തറ കിട്ടിയതൊക്കെ സൂപ്പറാണ്. അന്നേരം രേണു പറഞ്ഞ ഡയലോഗ് കേട്ടോ, അതുകൊണ്ട് തലയിൽ വീഴത്തില്ലായിരിക്കും എന്ന്. ഒന്നുകൂടെ വെക്കാം. ഇത് പണിയായിരുന്നു, നല്ല പണിയായിരുന്നു. എനിക്ക് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണിതിട്ടുണ്ട്. ബാക്കി അന്തസ്സായിട്ട് പണിതിട്ടുണ്ടെന്ന് തന്ത പറയുമ്പോൾ മോള് വന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തലയിൽ വീഴത്തില്ലായിരിക്കും. ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ഇതിനെ ആളുകൾ വന്ന് കുറ്റം പറഞ്ഞില്ലെങ്കിലുള്ള അതിശയം. നിങ്ങൾ ഇനി പറ, ഇവറ്റകൾക്ക് വീട് വെച്ച് കൊടുക്കണമായിരുന്നു. തങ്കു തന്നെ സമ്മതിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ നൈസായിരുന്നു, എന്നെ കുറച്ച് പാളിച്ചുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോഴും ചെയ്തു കൊടുത്ത നല്ല ഭാഗങ്ങളെ തള്ളി പറയുന്ന രീതിയിലാണ് രേണു വന്നിരുന്നിട്ട് പറയുന്നത്. ഇതാണ് ഇവരുടെ കോണ. നന്ദി. വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, കുഞ്ഞിനെ നിങ്ങൾ ഏറ്റെടുത്തോളാം. അതും കൂടെ വെക്കാം. ഈ 6 വയസ്സുള്ള കുഞ്ഞിനെ വന്ന് നോക്കാൻ കഴിവുള്ള ഉത്തരവാദിത്തപ്പെട്ടവൻ വരെ 6 ആയില്ല, വരട്ടെ, അവനെ ഉത്തരവാദിത്തപ്പെട്ടവർ വരട്ടെ. കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങൾ എന്നെ പറയുന്നത് എന്റെ പപ്പായെ പറഞ്ഞ നിങ്ങൾ ഏറ്റെടുത്തോന്നേ. അതെ, മിക്കവാറും നാട്ടുകാർ ഏറ്റെടുക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. ആ കൊച്ചിന്റെ കോലം കണ്ടു കഴിഞ്ഞാൽ തന്നെ പറയും ആൾക്കാർ ഏറ്റെടുക്കണമെന്ന്. ആരൊക്കെയോ ചൈൽഡ് ലൈനിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് കൊച്ചിനെ നോക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട്. ഇവരുടെ സംസാരം കേട്ടാ തോന്നുമല്ലോ കേരളത്തിൽ ജോലിക്ക് പോകുന്ന അമ്മ ഇവര് മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന വീട്ടുകാരും ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്തേനെ? കൊച്ചിനെ ആ വീട്ടിട്ട് പൂട്ടിയിട്ട് ജോലിക്ക് പോയിരുന്നോ? കേരളത്തിൽ ഇങ്ങനെ പോലും ആ കുഞ്ഞിനെ നോക്കാനില്ലാത്ത അമ്മമാർ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ അന്തസ്സായിട്ട് തന്നെയാണ് ആ കുഞ്ഞിനെ വളർത്തുന്നത്, അല്ലാതെ നാട്ടുകാർ വന്ന് നോക്കിയിട്ടൊന്നും അല്ല വളർത്തുന്നത്. എന്നിട്ട് വന്നിട്ട് നാട്ടുകാരുടെ മെക്കോട്ട് കയറുകയാണ്. നിങ്ങൾ നോക്കിക്കോ, വന്ന് ഏറ്റെടുത്തോ. സ്വന്തം കുഞ്ഞിനെയാണ് പറയുന്നത്. ആലോചിക്കണം, ഔദാര്യം പോലെ. ഇങ്ങനെ നാണം ഇല്ലാത്ത വർത്താനം വന്നിരുന്ന് പറയില്ലേ. എങ്കിൽ ഒരു കാര്യം ചെയ്യും, നിനക്ക് കുഞ്ഞിനെ നോക്കാൻ വയ്യ എന്ന് എഴുതി കൃത്യമായിട്ട് പേപ്പറിനകത്ത് എഴുതിത്താ, എനിക്ക് കുഞ്ഞിനെ നോക്കാൻ എനിക്ക് വയ്യ എഴുതിത്താ. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കോളാം. ആ കൊച്ചിനെ സംരക്ഷിക്കേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായി കൊണ്ടു നോക്കി അതിന്റെ കാര്യങ്ങളും ചെലവുകളും നമ്മൾ നോക്കിക്കോളാം. എന്തു പറയുന്നു? പക്ഷെ എഴുതി തരണം, കുഞ്ഞിനെ നോക്കാൻ വയ്യ, എനിക്ക് നോക്കാൻ വയ്യെന്ന് എഴുതി തരണം. എന്താ പറ്റുമോ? കൂടുതലൊന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കുറച്ച് പേര് വന്ന് പറയുന്നുണ്ട് മറ്റേ ധർമ്മസ്ഥലയിലെ ഇഷ്യൂ എന്താ ചെയ്യാത്തതെന്ന്. ഒരുപാട് പേര് ചെയ്യണമെന്ന്. ഞാൻ ആക്ച്വലി അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര വാസ്റ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അത് പെട്ടെന്ന് ഒന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ നമ്മൾ ലംഘിച്ചു എന്നും പറഞ്ഞിട്ട് കുറച്ച് യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പണിയും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം സെൻസിറ്റീവ് ടോപ്പിക് ആയതിന്റെ പേരിൽ നമുക്ക് എടുത്ത് അങ്ങോട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ എലിസബത്തിന്റെ. ആ വീഡിയോ ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. കാര്യം യൂട്യൂബ് തന്നെ അത് റിമൂവ് ചെയ്തു. യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റിക്കെതിരെ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് തന്നെ വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സംസാരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ പറ്റുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ തമിഴ്നാട്ടിൽ നടന്ന ആ ഒരു പെങ്കൊച്ചിന്റെ വിഷയം ഉണ്ടായിരുന്നല്ലോ, 10-300 പവനൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് ആ പെൺകുട്ടിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ വീഡിയോ അവസ്ഥ ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. യൂട്യൂബ് റിമൂവ് ചെയ്തിട്ടില്ല, പക്ഷെ അത് ഏജ് റെസ്ട്രിക്റ്റഡ് കണ്ടന്റ് ആയിട്ട് അവരത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ വീഡിയോ കയറിയതുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ഓരോ സെൻസിറ്റീവ് ടോപ്പിക്ക് വരുമ്പോൾ നമുക്കത് എടുത്ത് ചെയ്യാൻ പറ്റാത്തത്. കാര്യം ചാനലിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ. നിങ്ങൾ പറയുന്നത് ഞാൻ കാണുന്നുണ്ട്, കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട് ധർമ്മസ്ഥലയിൽ ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ നോക്കട്ടെ, മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ചെയ്തിടാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ശരി, കൂടുതലൊന്നും പറയാനില്ല. ടാറ്റ, ബൈ ബൈ.